ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോന്നേ? ഡിവോഴ്സ്. എന്നിട്ടവൻ നമ്മുടെ കാൽക്കൽ വന്ന് വീഴണം. സർവാപരാധങ്ങളും പൊറുക്കണമേ എന്ന് പറഞ്ഞ് എന്റെ കാൽക്കൽ വീഴണം. പക്ഷെ എനിക്ക് തോന്നുന്നത് അവന്റെ മക്കൾ ഒരു ഘടകമാണെന്നാ. അവന്റെ മനസ്സ് മാറിക്കൂടുന്നില്ലല്ലോ. കോടതിയിൽ ചെന്ന് 1-2 കൗൺസിലിംഗ് ഒക്കെ കഴിയുമ്പോ അവന്റെ മനസ്സങ്ങ് മാറും. അതിനു മുന്നേ നമ്മൾ ഒരു തടയിടണം. അവൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് നിങ്ങൾ കയറി ചെല്ലണം. ഞാൻ കയറി ചെല്ലാനോ? ആ, നിങ്ങൾ ഒറ്റയ്ക്ക് പോണം. അവന്റെ മുന്നിൽ ചെന്ന് കയറണം. വേണ്ട 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 അവനെന്നെ ആക്ഷേപിച്ചു വിടും. അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? പ്രയോജനമുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞത്. ഇനി നമ്മൾ അവന്റെ ആളാണെന്നും അവന്റെ ചോരയാണെന്നും അവന് തോന്നി തുടങ്ങണം. എന്നുവെച്ചാ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവനൊരു സപ്പോർട്ട് കൊടുക്കണം. പറഞ്ഞേ എടീ, എനിക്കതങ്ങോട്ട് തലയിലോട്ട് കയറുന്നില്ല. നമ്മളിപ്പോൾ തന്നെ 3-3.5 കോടി രൂപ അവന് വേണ്ടി ചാച്ചാജി ഫിലിംസിൽ ഇൻവെസ്റ്റ് ചെയ്തു. അവനെ പാർട്ണറും ആക്കി. എന്നിട്ട് അവനെ അവളെയും സെപ്പറേറ്റ് ചെയ്യിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിച്ചു. അതുവരെ ഓക്കെ. എടി, ഇനി അതിൻ്റെ 2ാം ഭാഗമുണ്ട്. അവൻ സിനിമാ പ്രോജക്റ്റ് ഏകദേശം തുടങ്ങാറായേ. അതിൻ്റെ കാര്യങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങിയേ. ആ സമയത്ത് ആ പ്രോജക്റ്റ് മുടങ്ങുന്നു. എന്ന് വെച്ചാ ചാച്ചാജി തന്നെ അത് മുടക്കുന്നു. എന്നിട്ട് സുധാകർജി നമ്മൾ മുടക്കിയ പണം നമുക്ക് തിരിച്ചു തരുന്നു. എന്നിട്ട് അവനെ പ്രോജക്റ്റിൽ നിന്ന് പുറത്താക്കുന്നതായി അനൗൺസ് ചെയ്യുന്നു. അത് ഹിറ്റാവുന്നതാണെന്ന് സുധാകർജിക്കും അറിയാമേ. അവനെ ഒഴിവാക്കി പുതിയൊരു ക്രൂവിനെ വെച്ച് ആ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. ഈ പദ്ധതിയാണല്ലോ ഇപ്പൊ നടപ്പാക്കിയിരിക്കുന്നത്. അതിനിടയിൽ അവന്റെ അടുത്ത് പോയി ഞാൻ സൗഹൃദം സ്ഥാപിക്കേണ്ട കാര്യം എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതാ ഞാൻ എപ്പോഴും പറയുന്നത്. ഓ, എന്റെ തലയിൽ ചേരാന്നല്ലേ? ആ, അത് തന്നെ. ഇനി ചെയ്യേണ്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം അങ്ങോട്ട്. അതിനു മുൻപ് അനന്തന്റെ മറ്റു പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്ക്. നിങ്ങൾ വണ്ടി എടുക്ക്. ഓക്കെ മോനെ. മോന് പെയിനൊന്നുമല്ലോ? ചെറുതായിട്ട്. പിന്നെ എന്റെ മോനും ഇതുപോലൊക്കെ തന്നെ. ചെറിയൊരു ജലദോഷം മതി, പിന്നെ അങ്ങ് ഉവ്വാവാ. നമ്മുടെ കെയറിങ് കൂടുതൽ കിട്ടാനുള്ള അടവാ ഇതൊക്കെ. അവന്റെ ചിരി കണ്ടില്ലേ? 1 മാസം പ്ലാസ്റ്റർ ഇട്ട് കിടക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും നടത്തണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ സ്കൂളിൽ നിന്ന് നോട്ട്സ് ഒക്കെ എടുപ്പിച്ച് കുറേശ്ശെ ഇവിടെ നിന്ന് അങ്ങ് എഴുതി പഠിച്ചാ മതി കേട്ടോ. അമ്മ സ്കൂളിൽ വിളിച്ച് ആമി വരുമ്പോഴേ എന്റെ നോട്ട്സ് കൊണ്ടുവരാൻ പറയണേ. അതൊക്കെ അമ്മ പറഞ്ഞാ വിട്ടിരിക്കുന്നത്. മോൻ റെസ്റ്റ് എടുക്ക. അമ്മ എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും എടുക്കാം കേട്ടോ. വരൂ. കിട്ടുന്നില്ലല്ലോ. എവിടെ പോയി കിടക്കുക? അനന്തനെ പിന്നെ വിളിച്ചു നോക്കിയായിരുന്നു ആൻസി? ആളിവിടെ വന്നായിരുന്നു. ഇവിടെ വന്നോ? ആ. എന്നിട്ട് എന്ത് പറഞ്ഞു? മക്കളെ മാത്രം മതിയെന്ന്. എല്ലാരും കൂടെ പറഞ്ഞ മനസ്സ് തിരുത്തി കാണുമല്ലേ? അറിയില്ല. അപ്പൊ ഇനി ലീഗലി മൂവ് ചെയ്യോ? അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞങ്ങളെല്ലാരും കൂടി ഒന്ന് സംസാരിച്ച് തെറ്റിദ്ധാരണ മാറ്റി കോംപ്രമൈസിന് ശ്രമിച്ചാലോ? അനന്തുവിന്റെ തീരുമാനങ്ങളെല്ലാം ഉറച്ചതാ. അതൊന്നും ഒരിക്കലും മാറില്ല, ആര് പറഞ്ഞാലും. അനന്തൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നതാ. അന്നും അനന്തുവിൻ്റെ ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങൾ ഒരുമിച്ചത്. അപ്പോൾ ഈ തീരുമാനം ഒരിക്കലും അനന്തു മാറ്റില്ല. 2 കുഞ്ഞുങ്ങളല്ലേ, അവരൊരു ഘടകമല്ലേ. അന്നെടുത്ത തീരുമാനം പോലെയാണോ ഇത്? നിസ്സാര കാര്യമാണോ? ആൻസി തെറ്റുകാരിയല്ലാന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. CM-ഉം DGP-യും ഒക്കെ ഇടപെട്ടതല്ലേ. മീഡിയ സപ്പോർട്ടും ഉണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ എന്റെ ഭർത്താവ് കാര്യങ്ങൾ ഏറ്റെടുത്ത് വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുക. ഒരു 6 മാസത്തെ സമയം. അതുവരെ അനന്തനൊന്ന് വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ മനസ്സിലാക്കുന്ന അത്രയെങ്കിലും ഭർത്താവിന് മനസ്സിലാക്കിക്കൂടെ? ലക്ഷ്മി,
അങ്ങനെ ഞാൻ എന്നെ തന്നെ തെളിയിച്ച് തെറ്റുകാരിയല്ലെന്ന് ബോധ്യപ്പെടുത്തി ചെന്നാലേ അനന്തു എന്നെ സ്വീകരിക്കുന്നാണോ? എന്നിലുള്ള വിശ്വാസം എങ്ങനെയാണ് അനന്തന് ഇത്ര പെട്ടെന്ന് നഷ്ടപ്പെട്ടത്? ഏട്ടനെ വിളിച്ചിട്ട് ഔട്ട് ഓഫ് റേഞ്ചാ. ഒരു ചടങ്ങിന് പോവാനുള്ളതാ. എന്തിന്റെയാ? ഒരു 16 അടിയന്തരം. ആരുടെയാ? എൻ്റെ ഒരു കൊളീഗിന്റെ മദറിലോ. നമ്മൾ ഫാമിലി ഫ്രണ്ട്സാ. അതുകൊണ്ട് പോവാതിരിക്കാനും പറ്റില്ല. വണ്ടിയായിട്ട് ഇവിടെ വന്നിട്ട് ഒരുമിച്ചങ്ങ് പോവാന്ന് പറഞ്ഞതാ. ഇപ്പതേ വിളിച്ചപ്പോ ഔട്ട് ഓഫ് റേഞ്ച്. അപ്പൊ സ്കൂട്ടറിലാണോ വന്നത്? ഇവിടെ വെച്ചിട്ട് ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഞാൻ ഇറങ്ങാൻ പോവാ. വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറയാം. ഇതാ ഇത് കുടിച്ചിട്ട് പോ. ഇതാ. അവിടെ നിന്ന് ഇതുവരെ ഇറങ്ങില്ലേ സാറേ? ആ എത്തിക്കോ സാറേ, എല്ലാവരും വന്നിട്ടുണ്ട്. എനിക്ക് ഇന്നൊരു കല്യാണത്തിന് പോണം. ഒരു തീരുമാനം ആക്കിയിട്ട് വേണം പോകാൻ. ഇപ്പൊ അവിടെ വേറെ സ്ത്രീയുണ്ട്. ഓരോരുത്തർ ഇങ്ങനെ വന്ന് കയറുക. സാറൊന്ന് പെട്ടെന്ന് വാ. ഇപ്പൊ വന്നിരിക്കുന്നത് അവളുടെ കൂടെ ഉള്ളവളായിരിക്കും. ഓരോരുത്തരായിട്ട് വരികയല്ലേ. ഇനി പെൺപിള്ളേരുടെ എണ്ണം കൂടും, പയ്യന്മാരുടെ. ഇതുപോലെ കള്ള അഡ്രസ്സും കൊടുത്ത് വീടും വാടകയ്ക്കെടുത്ത് പിന്നീട് അത് റേഡി പിടിക്കുമ്പോഴാ പുറം ലോകം അറിയുന്നു. മതിലിനപ്പുറത്തുള്ളവർ പോലും അറിയത്തില്ല. സാറേ, അതിന് പോലീസുകാരൻ തന്നെയല്ലേ നടത്തിപ്പ്. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമല്ലേ. ആ ദേ ആ പെണ്ണ് വരുന്നുണ്ട്. നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ വന്നിട്ടുള്ളതല്ല. ദേ സാറ് വന്നിട്ടുണ്ട്. ഒന്നും മിണ്ടണ്ട, അകത്തോട്ട് ചെല്ലട്ടെ. ആ സാർ, മനോഹരൻ സാർ ഇറങ്ങിയെന്ന് ചോദിക്കും. സമയമായി. സാറേ ഇറങ്ങിയോ? ആ സാറേ, ആളകത്തോട്ട് പോയിട്ടുണ്ട്. ഞാൻ ദാ എത്തി. ഞാൻ നേരത്തെ SP-ക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. മരുമോളെയും കൊണ്ടൊരു മെയിൽ കൊടുപ്പിച്ചിട്ടാ വരുന്നത്. വാ. കിട്ടുന്നില്ലല്ലോ. സാറോ? ആൻസി, ലക്ഷ്മി ഇവിടെ ഇല്ലേ? അയ്യോ, കുറച്ചു മുമ്പാണ് മാഡം അങ്ങോട്ട് പോയത്. ആണോ? എന്തോ ഫംഗ്ഷൻ ഉണ്ട്, അങ്ങോട്ടേക്ക് പോവാന്നാ പറഞ്ഞത്. സാറിനെ കുറെ വിളിച്ചായിരുന്നു. അത് നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തതാ. ആൻസി ഫോണൊന്ന് തരാമോ? പിന്നെന്താ? മോനെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അങ്കിൾ. റെസ്റ്റ് എടു. ഹലോ, ആ ലക്ഷ്മി, എവിടെയാ നീ? പാർലറിലോ? ആ ഓക്കെ, നീ അവിടെ നിന്നാ മതി, ഞാൻ എത്തിക്കോളാം. അതെ, എന്നെ വിളിച്ചാൽ കിട്ടില്ല കേട്ടോ. നെറ്റ്വർക്ക് കംപ്ലൈൻറ്റാ. അതാ ആൻസിയുടെ ഫോണിൽ നിന്ന് വിളിച്ചത്. ഓക്കെ ഓക്കെ, നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ മതി, ഞാനിപ്പോൾ വരാം. ഓക്കെ. ആ മോനെ, അല്ല പ്ലാസ്റ്റർ ഇട്ട് കുട്ടപ്പനായി അല്ലേ? ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ചൊറിച്ചിൽ തുടങ്ങും. സ്കെയിലൊന്നും കയറ്റി മാന്തി പൊട്ടിക്കരുത് കേട്ടോ. പെട്ടെന്നെല്ലാം റിക്കവർ ആവും കേട്ടോ. സന്തോഷമായിരിക്കേ. അടുത്ത് തന്നെ സ്കൂളിൽ പോവാം. ആൻസിയെ, അവൻ സ്കെയിലൊന്നും കയറ്റാൻ നോക്കിക്കോണേ. ചൊറിച്ചിൽ തുടങ്ങിയാൽ വിടില്ല അവൻ. ആ ആൻസി, ഒരുപാട് നല്ല മനുഷ്യരുള്ള സൊസൈറ്റിയിൽ സമാധാനത്തോടെ ജീവിക്കണമെന്നും സ്ത്രീകളുടെ മാനമാണ് നാടിൻ്റെ സ്ട്രെങ്ത് എന്നും വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആൻസി ഒരു KGSനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കോളമിസ്റ്റാ. ഡൽഹി ബേസ്ഡ് ആയ ഒരു പ്രസിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു KGS. അവരും ഫോഴ്സ് ന്യൂസിൻ്റെ പുറകെ പോയപ്പോൾ പിടിച്ചു നിന്നു KGS. ആ കോളം പോലും അങ്ങനെ ചെയ്യണമെന്ന സിറ്റുവേഷൻ വന്നപ്പോഴാണ് പുള്ളി അത് വിട്ടത്. പുള്ളി കൂളായിട്ട് ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ ചൂസ് ചെയ്തു. വേൾഡ് പൊളിറ്റിക്സിലെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചില ഫേമസ് ജഡ്ജ്മെൻറ്റുകൾ, ഇതിലൊക്കെ പുള്ളി ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് മിക്സ് നടത്തുന്ന സ്ട്രോങ് ഒബ്സർവേഷൻസ് BBC-യും CNN-നും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ ലെവൽ മനസ്സിലായല്ലോ.
ആ ഇദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് സർ. ആ KGS ഈവനിങ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനല് അതെ, അറിയാം സർ. പുള്ളി ആൻസിയുടെ മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആൻസി വിശ്വസിക്കുമോ? അതെയോ? യെസ്, ഇന്നലെ അയാൾ എന്നെ വിളിച്ചിരുന്നു. ആൻസി നടത്തിയ ലൈവ് ഷോ മുതൽ കഴിഞ്ഞ ദിവസം CM-നെ കണ്ടിട്ട് വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വരെ, ഐ മീൻ എനിക്ക് മുഖം മറച്ച് ക്യാമറയുടെ മുന്നിൽ വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വരെ, അതുവരെ KGS റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്താ ചോദിച്ചത്? കേസിന്റെ ഇപ്പോഴത്തെ പൊസിഷനും ഡീറ്റെയിൽസും എല്ലാം ചോദിച്ചു. ആര് വന്നിരിക്കുന്നു സർ? പോയി നോക്ക്. എന്താ സാറേ? മാഡം, ഈ അമ്പലത്തിന്റെ പിറകുവശത്ത് തന്നെ വേണോ? മനസ്സിലായില്ല. മനസ്സിലായില്ല? ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ ആരാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. സാറേ, ഒരുത്തി നിരാശയോടെ പോകുന്ന കണ്ടല്ലോ സ്കൂട്ടർ എടുത്ത്. ഇനി എത്ര എണ്ണം ഉണ്ടകത്ത്? ഒരുപാടുണ്ടാ. ഇയാളാരാ? വരട്ടല്ലേ സാറേ, അതൊക്കെ പണ്ട്. ഒരുത്തി തലയെ മുണ്ടിട്ട് പോയത് ഓർമ്മയുണ്ടല്ലോ. അതിന് കുറച്ച് നാണം കാണും. ഇത് പിന്നെ ആ സൈസ് അല്ലല്ലോ. എന്റെ പൊന്നു സാറേ, ഇതിവിടെ നടക്കത്തില്ല. ഇത് മാന്യന്മാരായ കുറെ ആൾക്കാർ കുടുംബമായി ജീവിക്കുന്ന റെസിഡൻസ് കോളനിയാ. സാറിന്റെ തോന്നിയാസത്തിന് വല്ല ഊട്ടിയിലോ ഗുണ്ടൽപേട്ടിലോ ഗസ്റ്റ് ഹൗസ് എടുക്ക്. ഓ, ഇയാളാണോ പുതിയ അസോസിയേഷൻ പ്രസിഡന്റ്? അതെ, ക്യാപ്റ്റൻ മനോഹരൻ പിള്ള. ഏത് കോപ്പിലെ പിള്ളയാലും മര്യാദയ്ക്ക് സംസാരിച്ചോളണം, ഇല്ലെങ്കിൽ വിവരം അറിയും. സാറേ, നാറാ നിക്കണ്ട. മര്യാദയ്ക്ക് ഇറക്കി വിട്ടോണം, ഇല്ലെങ്കിൽ അസോസിയേഷനിലെ പെമ്പിള്ളാരെ ചൂലും ചാണകവുമായിട്ട് വരും. ഞങ്ങൾക്ക് പ്രായമായ ആൺമക്കളുള്ളതാ. അവരെ വഴിവഴപ്പിക്കാനേ ഈ പെണ്ണ് ഇവിടെ നിർത്താൻ പറ്റില്ല. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും ഇവിടെ നടക്കില്ല. എന്ത് നടക്കത്തില്ലെന്ന് നീയൊക്കെ പറയുന്നത്? നിനക്കൊക്കെ ഈ ഒറ്റ ചിന്തയുള്ളൂടാ. എന്റെ വീട്ടിൽ ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ താമസിപ്പിക്കും. ഇതേ പബ്ലിക് പ്ലേസ് അല്ല. ഇവിടെ എന്ത് ചെയ്യണം തീരുമാനിക്കണം ഞാനാ. മടക്കി വേടാ. ഷൂട്ട് ചെയ്യുന്നോ? ഇത് കല്യാണ വീടോ? കൊണ്ടുവിടാ കൊണ്ട്. അൻസി, വാതിലടയ്ക്ക്. അകത്തിരുന്നോ. സംഭവം സാറിന്റെ വീടൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ തോന്നിയ ദിവസം കാണിക്കാൻ പറ്റത്തില്ല. ഉദ്ദേശിക്കുന്നു വേണ്ട. സാറിന്റെ മുകളിൽ കൊണ്ട് ഓഫീസർമാര്. ഉടനെ അവളെ വിളിച്ചിട്ട് ഇറങ്ങിക്കോണം. അത് ഞാൻ നോക്കിക്കോളാം. ഹലോ വിനീഷ്. ഹലോ സർ. എപ്പോഴെത്തി? ഇപ്പൊ എത്തിയുള്ളൂ. ഓക്കെ, ഇരിക്കേ. ഹലോ വിനീഷ്. സാർ ഇരിക്കി, ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കാം. ബാബിനീഷേ, നമുക്ക് അങ്ങോട്ടൊന്ന് മാറാം. സാർ ഇരിക്കി. ഏയ് ഇരിക്കടോ. വിനീഷേ, ആനന്ദൻ താമസിക്കുന്ന ഹോട്ടലിലേക്കൊന്ന് പോണം. എന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ സ്റ്റഡി ചെയ്തിട്ട് എന്നെ അറിയിക്കണം. അത് പ്രത്യേകിച്ച് അറിയിക്കാനൊന്നുമില്ല. അവർ ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആദ്യത്തിന്റെ ലക്ഷ്യം പൂർത്തിയായി. ആദ്യത്തിന് ഇപ്പം മുടക്കിയ 3.5 കോടി രൂപ തിരിച്ചു ചോദിക്കും. അങ്ങനെയാണല്ലോ വാക്ക്. അത് കൊടുക്കാൻ വരട്ടെ. വിനീഷ്, നമ്മളതിന്റെ പിന്നിൽ കുറെ ഓടിയിട്ടില്ലേ? നമ്മൾക്കതിന് വല്ല പ്രയോജനം വേണ്ടേ? ഈ ശമ്പളമില്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ. ചേട്ടനെ അനുജനെ തെറ്റിക്കാൻ ചെലവാക്കിയ പണം, ആൻസി വർഗീസിനെ ഓടിച്ചുവിടാൻ ചെലവഴിച്ച പണം, അതല്ലേ 3.5 കോടി. അപ്പോ പന്തള ബേബിക്ക് ആര് ഫീസ് തരും? അപ്പോ ആദ്യത്തെ മുടക്കിയ 3.5 കോടി നമ്മൾ തിരിച്ചു കൊടുക്കണില്ല. അത് സുധാകർജി അറിയുമ്പോൾ വിഷയം ഉണ്ടാകത്തില്ലേ? ഉണ്ടാകാതെ നോക്കണം. അതാണ് വിനീഷിന്റെ മിടുക്ക്. എന്താ ചെയ്യണ്ടേ പറഞ്ഞാട്ടെ. വിനീഷേ, ഇതൊന്ന് മനസ്സിൽ വെച്ചോ. നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങള്: ഒന്ന്, ആനന്ദന്റെ പ്രോജക്റ്റ് ചാച്ചാജി ഫിലിംസ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. ആദിത്യൻ ആഗ്രഹിച്ച പോലെ ആനന്ദൻ ആ പ്രൊജക്റ്റിൽ നിന്ന് പുറത്താവണ്. ഇനി അതിൽ ബാധ്യതയുള്ളത് 3.5 കോടി. അത് ആദിത്യന്റെ പണം. അത് നമ്മുടെ എല്ലാവരുടെയും വക്കീൽ ഫീസായിട്ട് നമ്മൾ അങ്ങോട്ട് എടുക്കണ്. സുധാകർജി ചോദിക്കുമ്പോ ആദ്യത്തിന് തിരിച്ചു കൊടുത്തു എന്നുള്ള രേഖ നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കണം. അപ്പോ ആദ്യത്തിന് എങ്ങനെ ഒതുക്കും? അതിനൊറ്റ വഴിയേ ഉള്ളൂ. ആദിത്യ ഗ്രൂപ്പ് ഒതുക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ നമ്മളെല്ലാം കൂടി വരി പുറത്തേക്കിടും. അത് പത്രക്കാരെ മാധ്യമങ്ങളെല്ലാം അറിയിക്കും. അവന്റെ മനസ്സുമാനം കെടുത്താനുള്ള ഒരുപാട് മാറ്ററുകളും കേസുകളും എൻ്റെ കയ്യിലുണ്ട്. വെറുതെ അല്ല പന്തളം ബേബി നിലയിലെത്തിയത്. നിങ്ങളുടെ ബോംബെ കളികളല്ല ഈ കേരളത്തിൽ പന്തളം ബേബിയുടെ കളി
അതൊരു ലെവല് വേറെ. സമ്മതിച്ചിരിക്കുന്നു പന്തളം ബേബിയെ. ഇത് പന്തളം ബേബിയുടെ ഒരു തനി റൂട്ടാണല്ലോ. പല കാര്യങ്ങളിലും നമ്മളെ അവോയ്ഡ് ചെയ്താണല്ലോ മൂവ്മെന്റ്. നമ്മളറിയാതെ ചാച്ചതയുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരിക്കുക. അങ്ങനെ വന്നാൽ പന്തളം കൂടുങ്ങും. അയാളുടെ പെൺവിഷയങ്ങൾ റെക്കോർഡായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അതങ്ങ് പുറത്തു വിടും. ഈ ആൻസി വർഗീസിന്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, ഏതോ ഒരു മോഡല്. ആ മാറ്റർ ശരി തന്നെയാണോ? പിന്നെ ഉറപ്പാ. അവനെ സുധാകർജി തന്നെ പുറത്തു കൊണ്ടുവരും. അപ്പോ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ വിനീഷിന്? ഓക്കെ അല്ലേ? ഓക്കെ. 3.5 കോടി, അതില് 20% വിനീഷ് ഞാനങ്ങോട്ട് തരും. അതും ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. ആ കൈ ഇങ്ങോട്ട് തന്നേ. ആ പിന്നെ ആയിരിക്കണ 2 സാധനങ്ങളില്ലേ, അവരെ നമ്മുടെ കൂട്ടായ്മയിൽ കൂട്ടണ്ട. ഇനി അങ്ങോട്ടുള്ള ഒരു കാര്യങ്ങൾക്കും. മനസ്സിലായോ? ഓക്കെ. ഓക്കെ വിനീഷേ, വാ വിനീഷേ. ആൻസി വർഗീസിന്റെ കേസ് അന്വേഷിക്കണ സൈബർ ഓഫീസർ ഇല്ലേ രാജ്മോഹൻ, മുഖ്യമന്ത്രി നേരിട്ട് വെച്ച ഓഫീസറല്ലേ? സസ്പെൻഷനായി. പെണ്ണ് കേസാ. അയാൾ അവളെയും കൂടെ നടന്നപ്പോഴേ അറിയാമായിരുന്നു കുടുങ്ങുമെന്ന്. പെണ്ണൊരിക്കൽ അറിയാ പിന്നെ നനഞ്ഞ പോലെ പിന്നെ കുളിച്ചേ കേറൂ. അപ്പൊ അന്വേഷണം വഴിയിലാവോ? ഏയ്, പുതിയ ആള് വരും. ഇനി വന്നിട്ടെന്താ, ഒന്നും ആവില്ലെന്നേ. നമുക്ക് ആ റെസ്റ്റോറന്റിലേക്ക് ഇരിക്കാം. വാ വിനീഷേ, വാ സാറേ. എല്ലാം കളഞ്ഞിട്ട് ഇറങ്ങി പോയിരിക്കുന്നു. വീട്ടില് ജോലി ഇട്ടിട്ടാ നാട്ടുകാരുടെ കാര്യം നോക്കാൻ പോയിരിക്കുന്നത്. ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്താനായിട്ട്. വരട്ടിങ്ങോട്ട് നല്ല കൊടുക്കുന്നുണ്ട് ഞാൻ. പോയിരിക്കുന്നു. നാശം. ഓ വരുന്നുണ്ട്. വരട്ടിങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. എല്ലാത്തിനും കിടന്ന് ഓടാൻ ഞാൻ ഉണ്ടല്ലോ. എന്റെ തലയിൽ മോളെ അമ്മച്ചി ഇറങ്ങ. മോളെ ടാക്സി പിടിച്ച് വരാനാണെങ്കിൽ രാവിലെ ജീപ്പ് എടുത്തോണ്ട് പോയെന്തിനാ? രണ്ടിനും ഡീസൽ അടിച്ചത് ഒറ്റയ്ക്കായിരിക്കും. നീ പോയി ആ കൊച്ചിനെ അങ്ങോട്ട് പിടിക്കേ. നീ ഇങ്ങോട്ട് മാറിക്കേ. ആരെങ്കിലും കൂടെ വന്നേ, ഒന്ന് പിടിച്ചേ. കൊച്ചപ്പ ഇന്നലെ എന്റെ നടു ഉളുക്കിയിരിക്കുവാ. നിനക്ക് എന്നുള്ളതാ ഒരു നടുവലക്കം. ഇങ്ങോട്ട് വാ. പതുക്കെ അലക്സേ വാ, നമുക്ക് ആ വണ്ടി എന്നാ സാധനം ഇങ്ങ് എടുക്കാം. ഹാളിൽ തന്നെ സൗകര്യം ഉണ്ടായിരുന്നല്ലോ. അവിടെ ആവുമ്പോ നല്ല കാറ്റും വെളിച്ചം ഒക്കെ കിട്ടിയേനെ. ഇവിടെ ആവുമ്പം ബാത്റൂം ഉണ്ട്. പിള്ളേർക്ക് ഇവിടെ നല്ലത്. നീ അലക്സും കൂടെ അപ്പുറത്തെ മുറി കിടക്ക്. ഇവളും പിള്ളേരും ഇവിടെ കിടന്നാ മതി. ഇതാ ഒരു സൗകര്യം. സൗകര്യം നോക്കുകയായിരുന്നെങ്കിൽ റോയൽ എക്സ് ഹോട്ടലിൽ ഒരു റൂം എടുത്താൽ മതിയായിരുന്നല്ലോ. ദേനി മോനെ വെച്ചുള്ള സംസാരം ഒന്നും വേണ്ട കേട്ടോ. തലയ്ക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാ. ഇതാ അമ്മച്ചിയുടെ ഒരു കുഴപ്പം. ഞാൻ ഒരു തമാശ പറഞ്ഞു. തമാശ. ചേച്ചി ഇവിടെ കിടന്നോട്ടോ. അനി, ഞാൻ ആ ഹോളിൽ തന്നെ കിടന്നോളാം. ഞാനും കുഞ്ഞുങ്ങളും മാത്രല്ലേ ഉള്ളൂ. അതൊന്നും വേണ്ട. പിന്നെ എന്തൊക്കെ സൗകര്യത്തിൽ പോയാലും നമ്മൾ ജനിക്കുമ്പോ എന്തുണ്ടോ അതേ കാണത്തുള്ളൂ. അതിപ്പോ ആളായാലും അർത്ഥമായാലും. ഓ, ഇന്നിത്തിരി ഒച്ചയൊക്കെ ഉയർന്നിട്ടുണ്ട്. ചേച്ചിയെ കേൾപ്പിക്കാനായിരിക്കും. നിനക്കിന്ന് ജോലിക്ക് പോകണ്ടായിരുന്നോ? ഇന്ന് ലീവ് എടുത്തു. അതെന്താ? ഇവിടെ ചേച്ചി മക്കളൊക്കെ വരുന്നു എന്നറിഞ്ഞേ ആഫീസിലെ അണ്ണന്മാർക്കൊക്കെ സൂക്കേടാവും. ഇനിയിപ്പോ ഒരാഴ്ച ലീവ് എടുത്താലും കുഴപ്പമില്ല. അണ്ണന്മാരുടെ വായിരിക്കണമെന്നും കേക്കണ്ടല്ലോ. വരുന്നു. മോളെ, മോൻ എന്താ കുടിക്കാൻ വേണ്ടത്? മോനെ, നിനക്ക് ദാഹിക്കുന്നുണ്ടോ? കുറച്ച് വെള്ളം എടുക്കട്ടെ? അമ്മച്ചി കുറച്ച് ചൂടുള്ള എടുത്തുണ്ടോ? മക്കളിങ്ങ വന്നേ, ഇങ്ങ വന്നേ. ഇതാരാന്ന് നോക്കിക്കേ. അറിയോടാ?
എടി ഒരു 350 രൂപ ഇങ്ങെടുക്ക്. എന്തിനാ? ടാക്സിയുടെ വാടക കൊടുക്കണം. ടാക്സിയുടെ വാടകയോ? ആ, അതൊക്കെ ചേച്ചി കൊടുത്തോളൂ. എടി അതെ, ബാങ്കിൽ കയറാൻ സമയം കിട്ടിയില്ല, ATM കണ്ടില്ല എന്ന്. കിട്ടുമെങ്കിൽ തരൂടി. ഇവിടുന്ന് പോയപ്പോ കുറെ വാങ്ങിച്ചുകൊണ്ടാണല്ലോ പോയത്. അതൊക്കെ എന്തിയേ? എടി പോകുന്ന വഴിക്ക് 100 കൂട്ടം ചെലവല്ലേ, ജീപ്പിന് ഡീസൽ അടിക്കണമായിരുന്നു. ആ, കൊച്ചാപ്പനും അടിക്കണമല്ലോ ഡീസൽ. എല്ലാത്തിനും ഞാൻ കണക്ക് വെച്ചിട്ടുണ്ട്, ഇതുവരെ ഇല്ലായിരുന്നു. ഇനി ഈ വീട്ടിൽ എനിക്ക് കണക്ക് വേണം. എനിക്ക് എണ്ണി കിട്ടുന്ന എത്രയെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ വണ്ടി ഓടിച്ച് റബ്ബർ ഷീറ്റ് അടിച്ചും കുടുംബം നോയിക്കോളാന്ന് പറഞ്ഞതല്ലേ. പക്ഷെ ഇതുവരെ നിങ്ങളുടെ കടവും തീർന്നിട്ടില്ലല്ലോ. ചിട്ടിക്കാശ് അടയ്ക്കുന്ന കാശും കൊണ്ടാണ് നിങ്ങൾ പോയത്, അതും അങ്ങ് തീർത്തു. ഇപ്പൊ ചെലവും കൂടിയല്ലോ. കണക്ക് ചോദിക്കാൻ ചെല്ല്, അപ്പൊ കിട്ടും ചേച്ചിയുടെ. എടി ചുമ്മാ അതും ഇതും പറയാതെ, അവരങ്ങനെ കേൾക്കത്തില്ലേ? കേട്ട എന്താ, ചേച്ചിക്ക് അറിയാലോ. അതെ, പലചരക്ക് കടയിൽ ഒന്ന് പോണം, സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ പലഹാരങ്ങൾ എന്തെങ്കിലും വാങ്ങണം. ഇനി അതുങ്ങൾക്ക് എന്താ ഇഷ്ടമെന്നൊന്ന് ചോദിക്കട്ടെ. ദേ ഇതും കൂടെ ഒന്ന് വച്ചോ. ഇതിനും കണക്കുണ്ടോടി? കണക്ക് തന്നെയാ. ഓ, പിന്നെ കണക്കൊന്നും വേണ്ടല്ലോ. പെണ്ണമ്മോ, കുറെ സാധനങ്ങളെ ആ അനന്തന്റെ തറവാട്ടിൽ കിടപ്പുണ്ട്. പിന്നെ കുറെ ആ പഴയ വാടക വീട്ടിലും കിടപ്പുണ്ട്. എല്ലാം കൂടി ഒരു മുറി കൂട്ടിയിട്ടേക്കുവാ. വില കൊടുത്ത് വാങ്ങിച്ചതല്ലയോ, നല്ല ഒന്നാന്തരം സാധനങ്ങളാ. എന്തിനാ വെറുതെ കളയുന്നത്? ഒരു ദിവസം പോയി എല്ലാം കൂടി എടുത്തോണ്ട് വരാം. അതൊന്നും ഇനി എടുക്കണ്ട കൊച്ചാപ്പ. മനസ്സമാധാനത്തെക്കാളിലും വലുതായിട്ടൊന്നും ഇല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എങ്ങനെയെങ്കിലും അതൊന്നും കിട്ടിയാമെന്ന് ആഗ്രഹമുള്ളൂ. പിന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങളെ അവരെ നന്നായിട്ട് വളർത്തിയെടുത്താൽ മാത്രം മതി എനിക്ക്. മോളെ, തമ്പുരാൻ എല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ കറങ്ങി തിരിഞ്ഞു വരും. പെണ്ണമ്മയാ പറയുന്നത്, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. മാലോകരം മുഴുവൻ പറയട്ടെന്നേ. പക്ഷേ എന്റെ മോളെ എനിക്കറിയാം. പിച്ച ചീന്താൻ നിൽക്കുന്നവര് ഈ നാട്ടിലും കാണും. അവരുടെ മുന്നില് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. താഴ്ത്തിയ പിന്നെ അതങ്ങ് താന്നുകൊണ്ടേയിരിക്കും. മനോധൈര്യം വിടരുത്, അത്രേ അമ്മച്ചിക്ക് പറയാനുള്ളൂ. ഞാൻ കുഞ്ഞിന് വെള്ളം കൊടുത്തിട്ട് വരട്ടെ. മോളെ, ഇതാ പെറ്റതള്ള.